നമസ്കാരം. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാപ്സ്യൂളിന്റെ 9ാമത്തെ ദിവസമാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. ഇന്നലെ നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ SC കമ്മീഷൻ, നാഷണൽ ST കമ്മീഷൻ ആൻഡ് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ. ഇത് മൂന്നുമാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഈ സ്ലൈഡിൽ എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ലെങ്തി ആയിപ്പോവും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഞാൻ ജസ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ട് ബാക്കി പോയിന്റ്സ് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കാണരുത്, ഫുൾ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ നാഷണൽ SC കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ ST കമ്മീഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പറയേണ്ട ഒന്നാണ് നാഷണൽ SC ST കമ്മീഷൻ. ഈ SCക്കും STക്കും വേണ്ടിയിട്ട് ഒരു ജോയിന്റ് കമ്മീഷനായിരുന്നു മുൻപുണ്ടായിരുന്നത്. അത് നിലവിൽ വന്നത് 65ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ്. അതായത് 1990 65th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഒന്നിച്ച് അങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചത്. ഇത് രൂപീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ അത് രൂപീകരിക്കപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല, അത് കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആക്കിയത് എന്നാണ് 1992 മാർച്ച് 12 ആയിരുന്നു ഈ നാഷണൽ SC ST കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആക്കിയത്. എന്നാൽ പിന്നീട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തു. നാഷണൽ SC കമ്മീഷൻ, നാഷണൽ ST കമ്മീഷൻ എന്ന് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു 2004. ഇതിന് കാരണമായ അമെൻമെൻ്റ് ആണ് 89th അമെൻമെൻറ്റ്. 89th അമെൻമെൻറ്റ് ആക്ട് വന്നത് 2003 എന്നാൽ ഈ SC കമ്മീഷൻ ST കമ്മീഷൻ എന്ന് രണ്ടായിട്ട് വേർതിരിച്ചത് 2004. സോ ഇത്രയും കാര്യങ്ങൾ ആദ്യം ഓർക്കുക. അപ്പോൾ ഇനി നമുക്ക് നാഷണൽ SC കമ്മീഷനെ കുറിച്ച് പഠിക്കാം അല്ലേ. നമുക്കറിയാം 89ാമത്തെ അമെൻമെൻറ്റ് വഴി നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ, നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ എന്നിങ്ങനെ രണ്ടായി. ഇത് നിലവിൽ വന്നത് 2004. ഈ നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 338 ആണ്. അപ്പോൾ ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ യൂഷ്വലി ഡിഗ്രി ലെവൽ എക്സാംസിന് SC ST മൈനോറിറ്റി ഒക്കെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്, അതുകൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോവാം. നമുക്കറിയാം SC STയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് എവിടെ മുതൽ എവിടെ വരെയാണ്, അത് യൂഷ്വലി ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 330 ടു ആർട്ടിക്കിൾ 342. അപ്പോൾ ഓർക്കുക, ആർട്ടിക്കിൾ 330 മുതൽ 342 വരെ SC STയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. ഇതിൽ തന്നെ എടുത്തു ചോദിക്കാറുള്ള ഒരു ആർട്ടിക്കിളാണ് റിസർവേഷൻ ഫോർ സീറ്റ്സ് ഫോർ SC ആൻഡ് ST ഇൻ ലോക്സഭ. ലോക്സഭയിലെ SC ST റിസർവേഷൻ, സീറ്റ്സിനുള്ള SC ST റിസർവേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 330. ഇനി റിസർവേഷൻ ഫോർ സീറ്റ്സ് ഫോർ SC ആൻഡ് ST ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, നിയമസഭയിൽ SC ST റിസർവേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, അത് ആർട്ടിക്കിൾ 332. ഇനി ഇതിൽ നിന്ന് യൂഷ്വലി ചോദിക്കാറുള്ള അത് ലിസ്റ്റ് ഓഫ് SC, അതായത് ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ തന്നെ ഒരുപാട് സബ് കാസ്റ്റുകളുണ്ടല്ലേ. അപ്പോൾ ആ സബ് കാസ്റ്റുകളെയൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി, ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ PSCയുടെ തന്നെ ഒരു റൊട്ടേഷൻ ടേബിളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ സബ് കാസ്റ്റുകൾ ഇത്രയും സബ് കാസ്റ്റുകളിൽ പെടുന്നവരെല്ലാം SC ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ലിസ്റ്റിനെയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 341. STയുടെ സബ് കാസ്റ്റുകൾ അതിനെക്കുറിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 342. അപ്പോൾ ഓർക്കുക, SC STയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 330 മുതൽ 342 വരെയാണ്.
ഇതിൽ ലോക്സഭാ സീറ്റ് റിസർവേഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 330 നിയമസഭാ സീറ്റുകളുടെ റിസർവേഷനെ കുറിച്ച് പറയുന്നത് 332 SCയിലുള്ള കാസ്റ്റുകളെ കുറിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് 341, STയെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് 342. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അതുപോലെ നമ്മുടെ SC/ST അട്രോസിറ്റി പ്രിവെൻഷൻ ആക്ട് ഒരുപാട് തവണ ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ SC/ST അട്രോസിറ്റി. എന്താണിത്? അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതിൽപ്പെട്ട ആൾക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആക്റ്റാണിത്. ഈ ഒരു ആക്ട് പാസ്സായ വർഷം 1989. എന്നാൽ ഇത് came into force on January 30, 1990. അപ്പോൾ എപ്പോഴും അട്രോസിറ്റി ആക്ട് ചോദിക്കുകയാണെങ്കിൽ പാസ്സായ വർഷമാണ് യൂഷ്വലി ചോദിക്കാറ്. 1989 ആണ്. came into force on January 30, 1990. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ SC/STയെ കുറിച്ച് ഓർക്കുക. സോ ലെറ്റ്സ് മൂവ് ബാക്ക് ടു ദ സ്ലൈഡ്സ്. അപ്പോൾ സ്ലൈഡ്സിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ SC കമ്മീഷനെ കുറിച്ചും ST കമ്മീഷനെ കുറിച്ചും മാത്രമാണ്. ഇത് അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അതായത് മൊത്തം 5 മെമ്പേഴ്സ് ഉണ്ട്, ചെയർമാൻ ഉൾപ്പെടെ 5 മെമ്പേഴ്സ് ഉണ്ട്. ഇതുവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇവരുടെ ടെന്യൂർ, അതായത് കാലാവധി 3 വർഷമാണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ വാസ് സൂരജ് ഭാൻ ആയിരുന്നു ആദ്യത്തെ നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷന്റെ ചെയർമാൻ. ഇപ്പോൾ ആരാണ്? ഇപ്പോൾ രാംശേഖർ കത്തേരിയയാണ് നാഷണൽ SC കമ്മീഷന്റെ പ്രസന്റ് ചെയർമാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. 2004 നിലവിൽ വന്നതെന്ന് ഓർക്കുക. ആർട്ടിക്കിൾ 338 ആണെന്ന് ഓർക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ എല്ലാ ആർട്ടിക്കിൾസും ഒന്ന് ഓർത്തേക്കുക. മൊത്തം 5 മെമ്പേഴ്സാണ്, ഇൻക്ലൂഡിംഗ് ദ ചെയർമാൻ. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഫസ്റ്റ് ചെയർമാൻ സൂരജ് ഭാൻ ആണെങ്കിൽ ഇപ്പോഴത്തെ പ്രസന്റ് ചെയർമാൻ എന്ന് പറയുന്നത് രാംശങ്കർ കത്തേരിയയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ ആണ്. അപ്പോൾ നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നാഷണൽ ST കമ്മീഷനിൽ വരുന്നത്. അതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. നിലവിൽ വന്നത് എപ്പോഴാണ്? 2004 തന്നെയാണ് നിലവിൽ വന്നത്. കാരണം നാഷണൽ SC/ST കമ്മീഷൻ വിഭജിച്ചാണല്ലോ ഇത് രണ്ടും ഫോം ചെയ്തത് 2004 തന്നെയാണ്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 338A. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ SC കമ്മീഷൻ, നാഷണൽ SC കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338 ആണ്. ഇനി ST കമ്മീഷൻ, നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ഓർക്കുക 338A. 338A ആണ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. പിന്നെന്താ? അവരുടെ മെമ്പേഴ്സ് മറ്റതുപോലെ തന്നെ 5 മെമ്പേഴ്സാണ്, ഇൻക്ലൂഡിങ് ചെയർമാൻ. ടെന്യൂർ 3 years ആണ്. ഈ ചെയർമാനെയും അതുപോലെ അതർ മെമ്പേഴ്സിനെയും ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? കൺവർ സിംഗ് ആയിരുന്നു ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നന്ദകുമാർ സായി ആണ് ഇപ്പോഴത്തെ നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷന്റെ ചെയർമാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിനെ കുറിച്ച് പഠിക്കാം. ഇറ്റ് ഈസ് ഓൾസോ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338B ആണ്. ഈ ഒരു ആർട്ടിക്കിൾ 338B നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻസേർട്ട് ചെയ്തത് 102ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. 102ാമത്തെ അമെൻമെന്റ് ആക്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. 338B ആണ് ആർട്ടിക്കിള്. ഇതിനും 5 മെമ്പേഴ്സ് ആണുള്ളത്, ഇൻക്ലൂഡിംഗ് ദ ചെയർമാൻ. ടെന്യൂർ എന്ന് പറയുന്നത് 3 years തന്നെയാണ്. പ്രസന്റ് ചെയർമാൻ ആരാണ്? ഭഗവാൻ ലാൽ സാഹ്നിയാണ് പ്രസന്റ് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ഇപ്പോൾ 3 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ്? നാഷണൽ SC കമ്മീഷൻ, നാഷണൽ ST കമ്മീഷൻ, അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആണ്.
ഇത് ആക്ച്വലി കംപ്ലീറ്റ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്കുള്ള സ്റ്റാറ്റസ് കിട്ടിയിട്ടില്ല, ബട്ട് ഇറ്റ് ഇസ് ഓൺ ദ വേ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പഠിക്കാം, കാരണം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് പഠിച്ചേക്കാം. ഓക്കെ, നൗ ലെറ്റ് us discuss about നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആക്ട് 1992 ആൻഡ് ദിസ് കമ്മീഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1993. അപ്പോൾ ഓർക്കുക, ആക്ട് 1992 ഈ ഒരു കമ്മീഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1993. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ മുമ്പ് പഠിച്ച SC കമ്മീഷനും ST കമ്മീഷനും തമ്മിൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ മൈനോറിറ്റി കമ്മീഷൻ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് മൊത്തം 7 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നാഷണൽ SC കമ്മീഷനും നാഷണൽ ST കമ്മീഷനും ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ 5 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, അറിയാലോ. അപ്പോൾ ഈ മൈനോറിറ്റി കമ്മീഷന് ചെയർമാനും വൈസ് ചെയർമാനും പിന്നെ 5 മെമ്പേഴ്സും കൂടെ ഉണ്ട്, മൊത്തം 7 മെമ്പേഴ്സ്. ഇവരുടെയും കാലാവധി 3 വർഷം തന്നെയാണ്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? സെൻട്രൽ ഗവൺമെന്റ് ആണ് മൈനോറിറ്റി കമ്മീഷൻ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ നാഷണൽ SC കമ്മീഷൻ മെമ്പേഴ്സിനെയും നാഷണൽ ST കമ്മീഷൻ മെമ്പേഴ്സിനെയും പ്രസിഡന്റ് ആയിരുന്നു അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ വിഭാഗക്കാരാണ് ഈ മൈനോറിറ്റിയിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കാം. നേരത്തെ 5 വിഭാഗക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. എന്നാൽ ഇപ്പോൾ ജൈൻ മതക്കാരെ കൂടി ആഡ് ചെയ്തു. 2014 ഇപ്പോൾ മൊത്തം 6 മതവിഭാഗക്കാരുണ്ട്. ആരൊക്കെയാന്ന് നോക്കാം. ജൈൻ, സിഖ്, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, പാഴ്സി. അപ്പോൾ ഇത്രയും മതവിഭാഗക്കാരെയാണ് മൈനോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് MSA സിദ്ദിഖ് ആയിരുന്നു. ഇനി മൈനോറിറ്റി കമ്മീഷന്റെ പ്രസന്റ് ചെയർപേഴ്സൺ ആരാന്ന് ചോദിക്കാറുണ്ട്. സെയ്ദ് ഖയോറുൽ ഹസൻ റിസ്വിയാണ് പ്രസന്റ് ചെയർപേഴ്സൺ. അതുപോലെ വൈസ് ചെയർപേഴ്സൺ ആരാന്ന് ചോദിക്കും. മഞ്ജിത് സിംഗ് റോയ് ആണ്. ഈ ഏപ്രിൽ അപ്പോയിന്റഡ് ആയതേ ഉള്ളൂ. അപ്പോൾ ഓർക്കുക, വൈസ് ചെയർപേഴ്സൺ മഞ്ജിത് സിംഗ് റോയും ചെയർപേഴ്സൺ സെയ്ദ് ഖൈറുൽ ഹസൻ റിസ്വിയുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റിയുടെ കാര്യത്തിൽ ഓർക്കണം. പിന്നെ നാഷണൽ SC കമ്മീഷൻ ST കമ്മീഷൻ കുറേ കാര്യങ്ങൾ കോമൺ ആണ്, അതുമൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അതെല്ലാം ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ കുറേ ഭാഗങ്ങൾ കവറപ്പ് ആയി. ഇനി ഒരൊറ്റ ക്ലാസ് കൂടി മതിയാവും അതിന്. നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ പഠിക്കാനുണ്ട്, അറ്റോർണി ജനറൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ചെറിയ പോർഷൻ മിസ്സാക്കിയിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒരു 2-3 ക്ലാസ്സിനുള്ളിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈൻഡപ്പ് ചെയ്യും. ഉടനെ നമ്മൾ ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസിൻ്റെ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമ്മുടെ ബെയിൽ, അപ്പീൽ, അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതും എല്ലാം ഒന്ന് ഉടനെ എടുക്കുന്നതായിരിക്കും. പിന്നെ മൈക്രോബയോളജി നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയിരിക്കുകയാണ്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.